നമസ്കാരം, എല്ലാവർക്കും ക്യൂത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോർച്ചുഗീസുകാരുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്റർ പോർച്ചുഗീസുകാരെ പറ്റിയിട്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ ആൾക്കാർ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡച്ചുകാരാണ് രണ്ടാമത് വന്ന ആൾക്കാർ. സോ അധ്യായം 17-നകത്താണ് ഡച്ചുകാരുടെ വരവും പോക്കും പതനവും ഒക്കെ പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡച്ചുകാരുടെ വരവ്. ഡച്ചുകാരുടെ അഭ്യുദയവും പതനവും. പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനത. ഇത് നമ്മുടെ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനതയാണ് ഡച്ചുകാരെന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനത ആരാണ്? ഡച്ചുകാരാണ്. 1663 പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തതോടുകൂടിയാണ് കേരളത്തിലെ ഡച്ച് കാലഘട്ടം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. 1663 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും എന്താ പിടിച്ചെടുത്തത്? കൊച്ചി പിടിച്ചെടുത്തതോട് കൂടിയിട്ടാണ് ഡച്ചിന്റെ ആരംഭം. 1663 കൊച്ചി പിടിച്ചെടുത്തു. ആരുടെ കയ്യിൽ നിന്നാ? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും. അതിനു മുൻപ് തന്നെ കേരളക്കരയുമായുള്ള വാണിജ്യത്തിന്റെ സാധ്യതകളെ കുറിച്ച് ആരായാലും ഡച്ചുകാർ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നു. അപ്പൊ കൂട്ടമായിട്ട് വന്നത് 63-ലാണ് അച്ചീവ് ചെയ്തതും ആ വർഷമാണെങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഓരോ പ്രതിനിധികളായിട്ട് അതിനു മുൻപ് തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നോക്കാം, ആദ്യമായിട്ട് സാമൂതിരിയുമായി ഉണ്ടായ ബന്ധമാണ് പറയാൻ പോകുന്നത്. നമ്മൾ പോർച്ചുഗീസുകാരുടെ കാര്യത്തിലും സാമൂതിരിയുമായിട്ടുള്ള ബന്ധം പറഞ്ഞു. ഇപ്പൊ ഡച്ചുകാരുടെ കേസിലും ആദ്യമായിട്ട് സാമൂതിരിയുമായിട്ടുള്ള ബന്ധം പറയുന്നു. 1592 സ്ഥാപിച്ച ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആദ്യകാല പര്യടനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ നല്ല പങ്കുണ്ടായിരുന്നു. 1592 സ്ഥാപിച്ച ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പൊ ഇവിടെ പറഞ്ഞു 1663 പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തതോടു കൂടിയിട്ടാണ് ഡച്ചുകാരുടെ യഥാർത്ഥ കാലഘട്ടം ആരംഭിക്കുന്നത്. എന്നാൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്നാണ്? 1592 അപ്പൊ സ്ഥാപിച്ച ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആദ്യകാല പര്യടനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ നല്ല പങ്കുണ്ടായിരുന്നു. ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാർഡൻ ഹാഗന്റെ നേതൃത്വത്തിൽ കമ്പനി ഇന്ത്യയിലേക്ക് ഒരു പര്യടന സംഘത്തെ അയച്ചു. അദ്ദേഹം കോഴിക്കോട്ട് വന്ന് സാമൂതിരിയുമായിട്ട് 1604 നവംബർ 11 ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ആരാണ്? അഡ്മിറൽ സ്റ്റീവൻ വാർഡൻ ഹാഗന്റെ നേതൃത്വത്തിൽ കമ്പനി ഇന്ത്യയിലേക്ക് ഒരു പര്യടന സംഘത്തെ അയക്കുന്നു. അദ്ദേഹം സാമൂതിരിയുമായിട്ട് 1604 നവംബർ 11 ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യത്തെ കരാറാണ് 1604 നവംബർ 11 കോഴിക്കോട്ടെ സാമൂതിരിയും ഡച്ചുകാരനായിട്ടുള്ള ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാർഡൻ ഹാഗനും കൂടെ ഉണ്ടാക്കിയത്. ഇന്ത്യക്കാരിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറന്തള്ളാൻ വേണ്ടി ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ചെയ്ത പരസ്പര സഖ്യമായിരുന്നു ഈ ഒരു കരാർ എന്ന് പറയുന്നത്. ഇതിന് പ്രകാരം സാമൂതിരി ഡച്ചുകാർക്ക് കോഴിക്കോട്ട് വാണിജ്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും അവരുടെ കച്ചവടക്കാരെ അവിടെ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്തു. കാലയെ കൂട്ടി പരസ്പരം ആലോചിക്കാതെ ഇരു കൂട്ടരും പോർച്ചുഗീസുകാരുമായി ധാരണയിലെത്താൻ പാടില്ലെന്നും ഇതിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. അപ്പം രണ്ടു കൂട്ടരും പോർച്ചുഗീസുകാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ബന്ധപ്പെടാൻ പാടില്ല. രണ്ടു കൂട്ടരും ആർക്കെതിരെയാണ് നിൽക്കുന്നത്? പോർച്ചുഗീസുകാർക്കെതിരെ ആയിരിക്കണം നിൽക്കുന്നത്. 1608 കോഴിക്കോട് സന്ദർശിച്ച അഡ്മിറൽ വെർഹോഫ് 1604 വ്യവസ്ഥകൾ ആവർത്തിച്ചുകൊണ്ട് ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കുന്നു. 1604 ഈ ഒരു ഉടമ്പടി വന്നത്. അതിനുശേഷം കോഴിക്കോട്ട് വന്നത് ആരാണ്? അഡ്മിറൽ വെർഹോഫ്. നെക്സ്റ്റ് ഡച്ചുകാരനാണ്. ഇദ്ദേഹം 1604 വ്യവസ്ഥകൾ ആവർത്തിച്ചിട്ട് അതുപോലെ തന്നെ ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കുന്നു. ഈ അവസരത്തില് സാമൂതിരി ഡച്ചുകാർക്ക് തന്റെ രാജ്യത്ത് വാണിജ്യം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുകൊടുക്കുകയും ചരക്കുകൾ ശേഖരിച്ചു വെക്കാൻ ഒരു വലിയ പണ്ടകശാല കോഴിക്കോട്ട് അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അപ്പം ഈ അവസരത്തിൽ, ഏതവസരത്തിൽ? 1608 ഈ 1604 ഉടമ്പടി പുതുക്കിയതിന്റെ കൂട്ടത്തിൽ തന്നെ സാമൂതിരി ഡച്ചുകാർക്ക് കോഴിക്കോട്ട് വാണിജ്യം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുകൊടുത്തു. ചരക്കുകൾ ശേഖരിച്ചു വെക്കാൻ ഒരു പണ്ടകശാല കോഴിക്കോട്ട് വിട്ടുകൊടുക്കുകയും ചെയ്തു. 1610 3 ഡച്ച് കപ്പലുകൾ കോഴിക്കോട്ട് എത്തുന്നു. 1610 അപ്പോഴും ഇരു ശക്തികളും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇതനുസരിച്ച് ഡച്ചുകാർ കോഴിക്കോട്ട് അവരുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും 2% ചുങ്കമായി സാമൂതിരിക്ക് നൽകാമെന്ന് സമ്മതിക്കുന്നു. അപ്പൊ 1610 3 ഡച്ച് കപ്പൽ ആദ്യമായി കോഴിക്കോട്ട് വരുന്നത്. അവിടെ ഒരു ഉടമ്പടിയുണ്ട്. എന്താണ്? കോഴിക്കോട്ടേക്ക് ഡച്ചുകാരുടെ ഇറക്കുമതി കയറ്റുമതിക്കെല്ലാം 2% ചുങ്കമായിട്ട് സാമൂതിരിക്ക് കൊടുക്കണം.
പോർച്ചുഗീസുകാരെ എതിർക്കുന്ന കാര്യത്തിൽ ഇരു കൂട്ടരും ഒന്നിക്കുകയും ചെയ്തു. 1616 കോഴിക്കോട്ട് വന്ന് സാമൂതിരിയെ സന്ദർശിച്ച വാർഡൻ ബ്രൂക്ക് 1616 കോഴിക്കോട്ട് വന്ന് സാമൂതിരിയെ സന്ദർശിച്ച ആരാണ്? വാർഡൻ ബ്രൂക്ക് കേരളക്കരയിൽ നിന്നും പോർച്ചുഗീസുകാരെ ബഹിഷ്കരിക്കാൻ തദ്ദേശീയ രാജാക്കന്മാരുമായി ഒരു സഖ്യം ഉണ്ടാക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രമങ്ങള് സത്വര ഫലമൊന്നും ഉണ്ടാവുകയും ചെയ്തില്ല. അപ്പൊ 3 ആൾക്കാരുടെ പേര് നമ്മൾ ഇതുവരെ പറഞ്ഞു. ഡച്ചുകാരില് ആദ്യം 1604 ആരാ വന്നതെന്ന് പറഞ്ഞു? സ്റ്റീവൻ വാർഡൻ ഹാഗന്. അങ്ങനെ ഒരു ഉടമ്പടി. അതിനുശേഷം 1608 വന്നത് അഡ്മിറൽ വെർഹോഫ്. ഇപ്പൊ നമ്മൾ അടുത്ത ഒരാളുടെ പേരും കൂടെ പറഞ്ഞല്ലോ. ആരാണ്? വാർഡൻ ബ്രൂക്ക് 1616 സന്ദർശിച്ചു. ദെൻ 1619 ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിൽ ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരായി ഒന്നു ചേർന്ന് ഒരു ആക്രമണം നടത്താനുള്ള കരാറിൽ ഏർപ്പെട്ടു. 1619 ഇംഗ്ലീഷ്, ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മില് ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ ഒന്നു ചേർന്നിട്ട് ഒരു ആക്രമണം നടത്താം എന്നുള്ള ഒരു കരാറിൽ ഏർപ്പെടുന്നു. അതനുസരിച്ച് മലബാർ തീരത്തുള്ള പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഉപരോധിക്കാൻ അവർ 1621 ഒരു സംയുക്ത നാവിക സൈന്യത്തെ നിയോഗിക്കുന്നു. ഓക്കെ, അങ്ങനെ അമ്പോയി നാ കൂട്ടക്കൊല കൊണ്ട് കുപ്രസിദ്ധനായ വാൻ സ്പ്യൂൾട്ട് ചേറ്റുവ വെച്ച് 1625 ഡിസംബറിൽ സാമൂതിരിയെ സന്ദർശിച്ചതിന്റെ ഫലമായിട്ട് സാമൂതിരി തന്റെ രാജ്യത്ത് ഒരു ഫാക്ടറി നിർമ്മിക്കാൻ ഡച്ചുകാർക്ക് അനുവാദം നൽകുകയും പ്രതിവർഷം 3000 കണ്ടി കുരുമുളക് ഡച്ചുകാർക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് ഏൽക്കുകയും ഉണ്ടായി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത് 1619 ബ്രിട്ടീഷും ഡച്ചും ചേർന്നിട്ട് പോർച്ചുഗീസുകാർക്കെതിരെ എവിടെ വെച്ചിട്ടാണ്? ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ ചേർന്നിട്ട് അത് എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്രമണത്തിനുള്ള കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെ മലബാർ തീരത്തുള്ള പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഉപരോധിക്കാൻ 1621 ഒരു സംയുക്ത നാവിക സൈന്യത്തെ നിയോഗിച്ചു. ഈ സംയുക്ത നാവിക സൈന്യം മീൻസ് എന്താണ്? 2 കൂട്ടരുടെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. അമ്പോയി നാ കൂട്ടക്കൊല കൊണ്ട് കുപ്രസിദ്ധനായിട്ടുള്ള വാൽ സ്പ്യൂൾട്ട് ചേറ്റുവ വെച്ച് 1625 ഡിസംബറിൽ സാമൂതിരിയെ സന്ദർശിച്ചതിന്റെ ഫലമായിട്ട് സാമൂതിരി എന്ത് പറയുന്നു? രാജ്യത്ത് ഒരു ഫാക്ടറി നിർമ്മിക്കാൻ ഡച്ചുകാർക്ക് പിന്നെയും അനുവാദം കൊടുക്കുന്നു. അങ്ങനെ കുരുമുളകിന്റെ ഒരു കരാറും അവർ തമ്മിൽ ഉണ്ടാക്കി, ഡച്ചും സാമൂതിരിയും തമ്മിൽ. ഇങ്ങനെ മലബാറിൽ പോർച്ചുഗീസുകാരുടെ നില അനുക്രമം ഇടിഞ്ഞുകൊണ്ടിരുന്ന 17ാം ശതകത്തിന്റെ ആദ്യ ദശകങ്ങളില് കേരളക്കരയിൽ പോർച്ചുഗീസ് വാണിജ്യ താല്പര്യങ്ങൾക്ക് ഗുരുതരമായ ഭീഷണിയായിട്ട് ആര് വരുന്നു? ഡച്ചുകാര് ഉയർന്നു വരികയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഒരു കുഞ്ഞു ക്ലാസ് ആണ്. കുഞ്ഞു ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഡച്ചുകാരുടെ വരവും അവരുടെ ആ ഒരു നിലനിൽപ്പുമാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തതോടു കൂടിയിട്ടാണ് ഡച്ച് കാലഘട്ടം യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരംഭിച്ചത്. അത് 1663 ശരിക്കും ഈ ഒരു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1592 ഈ സമയത്ത് വന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാർഡൻ ഹാഗന്റെ നേതൃത്വത്തിൽ ഒരു പര്യടന സംഘമാണ് ആദ്യം ഇങ്ങോട്ട് വരുന്നത്. അവിടെ വെച്ചിട്ട് 1604 നവംബർ 11 സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതിനുശേഷം ഓർത്തു വെക്കുക, ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിലുള്ള രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യത്തെ കരാറാണ് ഈ ഒരു 1604 കരാർ എന്ന് പറയുന്നത്. ഇതിൻ പ്രകാരം ഡച്ചുകാർക്ക് ഇവിടെ തങ്ങാനുള്ള അനുമതി, ഇവിടെ വാണിജ്യം നടത്താനുള്ള അനുമതി എല്ലാം സാമൂതിരി കൊടുക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാർക്കെതിരെ ഒന്നിച്ചു നിൽക്കണം എന്നും പറഞ്ഞു. ശേഷം 1608 4 വർഷങ്ങൾക്ക് ശേഷം അഡ്മിറൽ ബെർഹോഫ് ഈ ഉടമ്പടി ഒന്നും കൂടെ പുതുക്കി. ഇങ്ങനെ പുതുക്കുന്നതിനനുസരിച്ച് തന്നെ രാജ്യത്ത് വാണിജ്യം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുകൊടുക്കുകയും ചരക്കുകൾ ശേഖരിച്ചു വെക്കാൻ ഒരു പണ്ടകശാല കോഴിക്കോട്ട് വിട്ടുകൊടുക്കാനും സാമൂതിരി തീരുമാനിക്കുന്നു. അങ്ങനെ ആദ്യമായി ഡച്ചുകാരുടെ 3 കപ്പല് 1610 കോഴിക്കോട്ട് എത്തുന്നത്. അങ്ങനെ പിന്നെ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം 1616 സാമൂതിരിയെ സന്ദർശിച്ചത് ആരാണ്? വാർഡൻ ബ്രൂക്ക് ആണ്. അദ്ദേഹം പോർച്ചുഗീസുകാരെ ബഹിഷ്കരിക്കാൻ അവിടെ ഉണ്ടായ തദ്ദേശീയമായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ പുറക്കാട് കായംകുളം പോലെയുള്ള രാജാക്കന്മാര്, അവരുമായിട്ട് ചേർന്ന് ആലോചിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. 1619 ഒരു പ്രധാനപ്പെട്ട സംഭവം, ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ചേർന്നിട്ട് പോർച്ചുഗീസുകാര് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള അവരുടെ ആധിപത്യം അതിനെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു കരാറിൽ ഏർപ്പെടുന്നു. അതിനുശേഷം 1621 ഒരു സംയുക്ത നാവിക സൈന്യത്തെ ഇവർ രണ്ടും കൂടെ നിയോഗിച്ചു. ആ സമയത്ത് ആരാണ്? ഓർത്തു വെച്ചേക്ക, വാൽസ്പ്യൂട്ട് 1625 ഡിസംബറിൽ സാമൂതിരിയെ സന്ദർശിച്ചതിന്റെ ഫലമായിട്ട് ഫാക്ടറി നിർമ്മിക്കാൻ സമ്മതിച്ചു. കുരുമുളകിന്റെ കച്ചവടം ഒക്കെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഇവര് കയറി പോകുന്നതോടുകൂടി പോർച്ചുഗീസുകാരുടെ ആ ഒരു പകിട്ട്
കേരളത്തിൽ കുറഞ്ഞു വന്നു. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ തന്നെ നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. മാക്സിമം ക്ലാസ് ചെറുതായി എടുക്കാം. അതാവുമ്പോൾ നിങ്ങൾക്ക് പറയുന്ന പോയിന്റ്സ് കൃത്യമായി കിട്ടുകയും ചെയ്യും, പഠിച്ചു പോവാനും പറ്റും. നമുക്ക് ഒരുപാട് ഈ ഓരോ വരി വായിക്കുന്നതിനകത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നുണ്ട്. സോ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ ബാക്കിയായിട്ട് പറയാൻ പോകുന്നത് പുറക്കാടും കായംകുളവുമായിട്ടുണ്ടായിരുന്ന ബന്ധം, ആർക്ക്? ഡച്ചുകാർക്ക്. അതാണ് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.